എന്താ കൂട്ടുകാരെ പിന്നെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ? നിങ്ങളുടെ വീടുകളിലൊക്കെ ആടുകളെ വളർത്തുന്നവരല്ലേ? പാലുണ്ടല്ലോ ധാരാളം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഈ ആട്ടുംപാൽ കൊണ്ട് വെച്ച് തൈരൊക്കെ ഉണ്ടാക്കിയാലോ? ആട്ടുംപാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല പോഷണം തരുന്നതും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ചില ആൾക്കാരുണ്ടല്ലോ, ഈ പാലൊന്നും കുടിക്കില്ല, യേശൂര് മണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ശൂരും മണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ നല്ലൊരു പാലിനെ ഒഴിവാക്കണത്? ഇപ്പം നല്ല തരം ഹൈബ്രിഡ് ആടുകളുടെ പാലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് വരയ്ക്ക് എനിക്കൊരു മണം തോന്നിയിട്ടില്ല. അപ്പം നമുക്ക് അത്തരത്തിലുള്ള മണമൊന്നുമില്ലെന്ന് നല്ല ആടുകൾ വളർത്തുന്നത് നല്ലതല്ലേ? പിന്നെ ഈ ശീമക്കൊന്ന പോലുള്ള ചില ചില ചെടികളൊക്കെ കടിക്കുന്നത് കൊണ്ടാണ്, തിന്നുന്നത് കൊണ്ടാണ് അവർക്ക് ഈ പാലിൽ ചെറിയ ചെറിയ മണങ്ങൾ വരുന്നത്. അല്ലാണ്ട് ഒരു പ്രശ്നവും ഇല്ലെന്നേ. നമുക്കൊരു കാര്യം ചെയ്താലോ? വീട്ടിൽ കുറേ പാലുള്ളതല്ലേ, നമുക്ക് ആ പാലുകൊണ്ട് കുറച്ച് തൈരും കുറച്ച് മോരും കുറച്ച് ചീസും നെയ്യും പനീരും സോപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കിയാലോ? ഞാൻ പറഞ്ഞു തരണ്ട കേട്ടോ. ഒരുപാട് പേർക്ക് തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ ചിലർക്കൊന്നും അറിയാത്തവരുണ്ടാവും അല്ലേ? അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത്. അതായത് തൈര് എന്ന് പറയുന്ന ആ ഒരു സംഭവം പാല് പുളിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ബാക്ടീരിയകൾ പാലിലെ ലാക്ടോസിനെ പുളിപ്പിച്ച് ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പാലിനെ കട്ടിയാക്കുകയും അതിൻ്റെ രുചി നൽകുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പാല് തിളപ്പിച്ച് തൈര് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഗ്ലാസ് പാലെടുത്ത് അരിച്ചെടുക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ ഇച്ചിരി പച്ചവെള്ളം ആ സ്റ്റീൽ പാത്രത്തിൽ വെറുതെ എല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാൽ അതിലൊഴിക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ തിളച്ച് വരുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പറയുന്നത്. അത് ഇത് തൈര് ഉണ്ടാക്കാൻ നമ്മൾ ഒഴിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് പാൽ അതിലൊഴിച്ച് തിളയ്ക്കുമ്പോൾ ഇളക്കി തിളപ്പിക്കാം. തിളച്ച് വന്ന് പതങ്ങോട്ട് പൊങ്ങി വരുമ്പോൾ വാങ്ങി വയ്ക്കുക. എന്നിട്ട് ചെറു ചൂടാവുന്നതായിരിക്കും. ഇത്തിരി തണുപ്പിക്കാൻ വെച്ചാൽ ചെറു ചൂട് വേണം കേട്ടോ, നല്ല തൈരാവുള്ളൂ. എന്നിട്ട് ആ ചെറു ചൂടുള്ള ആ പാലിലേക്ക് 2-3 ടീസ്പൂൺ തൈര് നമ്മൾ വേറെ ഉണ്ടാക്കി വെച്ചത് ബാക്കി ഇരിപ്പുണ്ടാവുമല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് ഇളക്കി ചില്ല് കുപ്പിയിൽ ആക്കി വയ്ക്കുക. ഒരു 6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കട്ടിയും അതിൻ്റെ ആ ഒരു ലെവൽ എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇത് കട്ടി ആയിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് നേരം കൂടി നമ്മളത് ഒരു ചൂടുള്ള ഒരു ഭാഗത്ത് വേണം വയ്ക്കാൻ. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ലേശം ചൂടൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സൈഡിൽ അതിൻ്റെ അടുത്തേക്ക് നീക്കി വയ്ക്കരുത്. ആ ചൂട് കിട്ടാവുന്ന തരത്തിലേക്ക്, ഇച്ചിരി ചൂട് കിട്ടാവുന്ന തരത്തിലേക്ക് ആ കുപ്പി വയ്ക്കുക. നമ്മൾ പകർത്തി വെച്ച കുപ്പിപ്പാത്രം വയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുമ്പോൾ അതിന് കട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് ഓക്കെയാണ്. അങ്ങനെ നമുക്ക് തൈര് ഉണ്ടാക്കാം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.